ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ ഞാനും എൻ്റെ ചേട്ടത്തിയും കൂടെ ഒന്ന് തൊടുപുഴയ്ക്ക് പോവാണേ. അവൾക്ക് കുറച്ച് പർച്ചേസിങ് ഉണ്ടെന്ന്, അതിന് വേണ്ടി പോവാ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തൊടുപുഴയ്ക്ക് പോകാൻ ഇറങ്ങിയേ. അവള് ഭയങ്കര പൈസക്കാരിയാണ്. ഞാൻ അവൾക്ക് കൂട്ടുപോകുന്നെന്ന് മാത്രമേ ഉള്ളേ. അവളുടെ ഭർത്താവ് ദുബായിക്കാരനാണ്, അതുകൊണ്ട് അവൾ ഇഷ്ടം പോലെ കാശുകാരിയാ. അങ്ങനെ ഞങ്ങൾ തൊടുപുഴ എത്തിക്കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഒരു സോഡാലയും കുടിക്കുവാണ്. സോഡാലയും കുടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒരു ഉന്മേഷവും ഉണർവും കിട്ടുവുള്ളേ. അതുകൊണ്ടാണ് ഈ സോഡാലയും എപ്പോഴും കുടിക്കുന്നത്. പിന്നെ ഭയങ്കര വെയിലും ആണല്ലോ, ഇത് തൊടുപുഴയാണ് ഇത്. അങ്ങനെ ഞങ്ങൾ വന്ന കാര്യത്തിലേക്ക് പോവുകയാണേ. അപ്പം നിങ്ങളും എല്ലാവർക്കും ഒന്നിച്ച് പോയി കാണാം. അങ്ങനെ ഞങ്ങളിത് കല്യാൺ ജ്വല്ലറിയിലേക്ക് പോവുകയാണ്. കുറച്ച് ഗോൾഡ് വാങ്ങാൻ വേണ്ടിയാണ്. അവൾ ഈ ഗോൾഡിൻ്റെ സ്കീം കൂടും. അത് കഴിഞ്ഞിട്ട് അത് തീരുമ്പം വന്ന് കല്യാൺ ജ്വല്ലറി വന്ന് ഗോൾഡ് എടുക്കുക. ഒരുപാട് വർഷങ്ങളായിട്ട് അങ്ങനെ സ്കീം ചേർന്ന് വാങ്ങുന്ന ആളാണ്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് അവർക്കറിയാം. അങ്ങനെ അവളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ചെന്നു. ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെ ആദ്യം ഫസ്റ്റ് അവൾ കമ്മൽ നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കമ്മൽ സെലക്ട് ചെയ്തെടുക്കുവാണ്. അവൾക്ക് ഏറ്റവും വീക്ക്നെസ് ഉള്ള സാധനമാണ് കമ്മലും ജുംക്കിയും. അങ്ങനെ കമ്മലും ജുംക്കി നോക്കുവാണ്. അപ്പം ഞാൻ അവളോട് പറയും, നിനക്ക് എത്ര ജോഡി കമ്മലും ജുംക്കി ഉണ്ട്, നീ ഇനി അതിൽ നിന്ന് വിട്, വേറെ ഏതെങ്കിലും മോഡൽ നോക്കാൻ പറയും. സമ്മതിക്കത്തില്ല. അങ്ങനെ അവർ കുറേ കളക്ഷൻ കാണിച്ച് അങ്ങനെ അവൾ കമ്മലിങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ഇതിവിടെ നല്ല മാലകളുണ്ട്, എന്നിട്ട് അത് നോക്കുവാണ്. നല്ല അടിപൊളിയാണ്, ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട്. അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ കമ്മൽ സെലക്ട് ചെയ്യുക. പക്ഷെ അവൾക്കങ്ങ് ഒന്നും ശരിയാകുന്നില്ല. അവൾ ഉദ്ദേശിച്ച് വന്ന ഐറ്റം ഒന്നും അവിടെ ഇല്ല. അപ്പോൾ അവൾ പറഞ്ഞ് ഇതൊന്നും അല്ലാന്നും പറഞ്ഞ് ഇത് കണ്ടോ, ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല രസമില്ല. അപ്പം ഞാൻ അവളോട് പറഞ്ഞ് ഇതൊരെണ്ണം എടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവൾ അതൊരു ജോഡി എടുത്തേ. നിങ്ങൾക്ക് ഇഷ്ടമായ? നല്ല രസമില്ലേ കാണാൻ, നല്ല വൈറ്റ് ഗോൾഡിൻ്റെ. അങ്ങനെ പിന്നെ അതിലൊക്കെ കുറേ സെലക്ട് ചെയ്തിട്ട് അതിലൊന്നും പുള്ളിക്കാരിക്ക് ഇഷ്ടമായില്ല. പിന്നെ അത് ഈ മാല, ഇത് റൂബി സ്റ്റോൺ വെച്ച മാലയാണ്, നല്ല രസമില്ലേ കാണാൻ. അതൊരെണ്ണം എടുത്തേ. അപ്പം വേറൊരു മോഡലും കൂടെ അവിടെ ഇരിക്കുന്ന കണ്ടപ്പം അതെടുക്കണോ ഇതെടുക്കണോ എന്നുള്ള കൺഫ്യൂഷനായേ. അപ്പം ഞാൻ ഈ മാല എടുത്ത്, റൂബി സ്റ്റോൺ വരുന്ന ഇത് നല്ല രസമില്ലേ കാണാൻ. അപ്പം എനിക്കിത് ഇഷ്ടമായേ, ഇത് ഞാൻ എടുത്ത്. ഒരു പവനാണ് ഇത്. ആ സ്റ്റഡും ചെയിനും കൂടെ ഒരു പവനേ വരുന്നുള്ളൂ. നല്ല രസമാണ് നേരിട്ട് കാണാൻ. ഞാനിത് സെലക്ട് ചെയ്തെടുക്കുമ്പോഴും അവൾ കമ്മലിൽ നിന്നും പിടിവിട്ടിട്ടില്ല. ഇപ്പോഴും കമ്മൽ സെലക്ട് ചെയ്തുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുവാണേ. അവൾക്ക് കമ്മൽ മതിയെന്നും പറഞ്ഞുകൊണ്ടാണ് അവൾ നിൽക്കുന്നത്. പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ, നല്ല രസമില്ലേ. അപ്പോഴാണ് വേറെ ഇതിനെക്കാട്ടിലും നല്ല അടിപൊളി വേറൊരെണ്ണം ഇരിക്കുന്നതുണ്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു അതും കൂടെ ഒന്ന് എടുക്കാൻ പറഞ്ഞേ. അപ്പം നിങ്ങൾ പറയണേ ഇതിൽ ഏതാ നല്ലതെന്ന്. അല്ലെങ്കിൽ ഞാൻ ഇതിൽ ഏതാ സെലക്ട് ചെയ്തതെന്ന് നിങ്ങളൊന്ന് കമന്റ് ഇടണേ. പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബിലാ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ. അതുപോലെ ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോയും ചെയ്യണേ. എന്തിലാ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഒരു കമന്റും ഇടണേ. പിന്നെ ഞങ്ങളുടെ നാട് എവിടെയാന്ന് ചോദിക്കും. ഞങ്ങൾ കോട്ടയം ഈരാറ്റുപേട്ടക്കാരാണ്. അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഒരു ജോഡി കമ്മലേ അവൾക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. അത് കഴിഞ്ഞ് അവൾ അടുത്ത ഐറ്റത്തിലേക്ക് പോവുകയാണ്. ഇനി എന്നാൽ കൈ ചെയിൻ നോക്കാമെന്നും പറഞ്ഞത് പുറത്ത് പോയി കൈ ചെയിൻ എടുക്കുവാണ്. അവിടെ ചെന്നപ്പം കൈ ചെയിൻ്റെ ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട്, നല്ല റൂബി വെച്ചതും. ഇത് എൻ്റെ കൈയാണ്, ഇത് ഞാനൊരു കൈ ചെയിൻ സെലക്ട് ചെയ്തതാണ്. എങ്ങനെ ഉണ്ടെന്ന് പറയണേ. നല്ല രസമുണ്ടോ കാണാൻ? എടുത്തൊന്നുമില്ല കേട്ടോ, ചുമ്മാ ഇങ്ങനെ നോക്കിയെന്നേ ഉള്ളു. അപ്പം ഇഷ്ടം പോലെ എല്ലാം നല്ല അടിപൊളി കൈ ചെയിനുകളാണ്. 18 ക്യാരറ്റിലാണ് കൂടുതൽ. അങ്ങനെ അവൾക്ക് അവിടെ ചെന്നപ്പം വേറൊരു കമ്മൽ കിട്ടി. അപ്പം ഞാൻ ഇത് സെലക്ട് ചെയ്ത് കൊടുത്തു. നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല രസമില്ലേ. അവള് കുറേ പഴയ മോഡൽ കമ്മൽ നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ പറയാം അതൊന്നും കൊള്ളത്തില്ല, ഇത് നല്ല അടിപൊളി, നിനക്ക് നന്നായി ചേരുന്നുണ്ടെന്നും വെറുതെ അങ്ങനെ എടുത്ത് ഇട്ട് കാണിച്ചു. അപ്പം നല്ല രസമുണ്ട് കാണാൻ. പിന്നെയും അത് തന്നെ വേണോ അതോ വേറെ വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഞാൻ പറയും ഇല്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ അന്നും. അങ്ങനെ പറഞ്ഞെടുത്ത്. അങ്ങനെ വീണ്ടും അതിനുശേഷം അവൾ വീണ്ടും ഒരു ഡയമണ്ടിന്റെ ഒരു വള വാങ്ങിയേ. ആ വളയാണ് ഇത്. നല്ല രസമില്ലേ കാണാൻ, നല്ല ഭംഗിയുണ്ടല്ലേ. ഡയമണ്ട് അങ്ങനെ ഞങ്ങൾ ഒരുപാട് വാങ്ങാറില്ല, ഞങ്ങൾ ഗോൾഡേ വാങ്ങുള്ളൂ. ഗോൾഡ് ആകുമ്പോഴല്ലേ തിരിച്ചു കൊടുത്താലും അല്ലെങ്കിൽ നമുക്ക് ഗോൾഡ് ലോണൊക്കെ വെക്കാമല്ലോ. ഡയമണ്ട് ആകുമ്പോഴത്തേക്ക് ആ ഭംഗിയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടം ഗോൾഡ് തന്നെയാണ്, അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഗോൾഡാണ് കൂടുതലും വാങ്ങാറ്. പിന്നെ ഇങ്ങനെ ചെറിയ എന്തെങ്കിലുമൊക്കെ ഐറ്റങ്ങൾ, വലിയ എമൗണ്ട് ഇല്ലാത്ത കൂടെ എന്തെങ്കിലും ചെറിയ ഡയമണ്ടിനെയൊക്കെ വാങ്ങുന്നേ ഉള്ളേ.
അങ്ങനെ ആ ഡയമണ്ടിൻ്റെ വള ഞാൻ ഇട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവൾ വേറൊരു സ്റ്റഡ് കൊണ്ടുവന്നിട്ട് ചോദിച്ചു ഇതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിലുമൊക്കെ ഭംഗി നീ ഇട്ടിരിക്കുന്നത് തന്നതാ, അത് സൂപ്പറാന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ എടുത്ത് ഈ ഡയമണ്ടിൻ്റെ ബാങ്കിൾ എങ്ങനെയുണ്ടെന്ന് പറയണേ. നല്ല രസമുണ്ടോ? അപ്പോഴത്തേ അവിടെ ഒരു 21 പവനിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നല്ല രസമുണ്ടല്ലേ? കണ്ട ഒരുപാട് പൊലിമ തോന്നും. പക്ഷേ 21 പവനേ ഉള്ളേ. കനമൊന്നുമില്ല. ഞാനിങ്ങനെ പിടിച്ചു നോക്കി. ചെറിയ മാലകളാണ്, വലിയ വെയിറ്റ് ഇല്ലാത്ത മാലകളാണ്. ഞാൻ 21 പവൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നല്ല രസമുണ്ട് കാണാൻ. അതെല്ലാം കഴിഞ്ഞ് വന്നത് ചുമ്മാ കണ്ണാടി നോക്കി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയപ്പോൾ അടിപൊളിയാ. അല്ലെങ്കിൽ ഞാൻ സുന്ദരിയാണല്ലോ, ആരും പറയേണ്ട കാര്യമില്ലല്ലോ. മറ്റുള്ളവർക്ക് നമ്മൾ സുന്ദരി അല്ലെങ്കിലും നമുക്ക് തന്നെ നമ്മൾ സുന്ദരിയാണെന്നുള്ളൊരു ആത്മവിശ്വാസം വേണം. അതാണ് അതിൻ്റെ ഗുട്ടൻസ് അല്ലേ? അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഡയമണ്ട് സെക്ഷനിൽ വന്നപ്പം നല്ല ഇഷ്ടം പോലെ ഐറ്റം ഉണ്ട് കേട്ടോ, സെറ്റ് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞത് കുറേ വളകൾ. അപ്പം ഞാൻ വീഡിയോസ് എടുക്കുന്ന കണ്ടപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ കുറേ ഐറ്റങ്ങളുണ്ട്, അതും കൂടെയൊക്കെ ഒന്ന് വീഡിയോസ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങിയപ്പോഴാതെ അവൾക്ക് വേറൊരു മാല കണ്ട്. അന്നേരം ചോദിച്ചത് എങ്ങനെയുണ്ട്, സൂപ്പറാന്ന്. അങ്ങനെ ആ മാലയും കൂടെ വാങ്ങിയേ. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് ബില്ലടിക്കാൻ വേണ്ടി പോയപ്പോഴേക്കും അവർ ഞങ്ങൾക്ക് സോഡ ലൈമും ഓരോ ബോട്ടിൽ, 2 പേർക്കും ഓരോ ബോട്ടിൽ വീതം മിനറൽ വാട്ടറും തന്നെ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബില്ലടിച്ചത് അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം. ഓക്കെ, ബൈ.